വലീദിന്റെ കാലത്തെ വികസനത്തിന് ശേഷം ഹിജ്റ 161-65 കാലത്ത് അബ്ബാസിയ ഖലീഫ മഹ്ദി പള്ളിയുടെ വടക്ക് ഭാഗം വികസിപ്പിക്കുകയുണ്ടായി. വലീദിന്റെ കാലത്ത് നടന്ന നിർമ്മാണത്തിന്റെ മാതൃകയിലായിരുന്നു ആ വികസനവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ മിക്ക കാലങ്ങളിലും 4 ഭാഗം മേൽപ്പുരയും മധ്യഭാഗം മേൽപ്പുരയില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന രൂപത്തിലുമായിരുന്നു. മേൽപ്പുരയില്ലെന്ന് വെച്ച് ആ ഭാഗത്ത് പള്ളിയുടെ വിധികൾക്കോ പവിത്രതക്കോ മാറ്റം വരുന്നില്ല. മഹ്ദിയുടെ കാലത്ത് പള്ളിക്ക് മൊത്തം 20 വാതിലുകൾ ഉണ്ടായിരുന്നെങ്കിലും പലതും അടഞ്ഞു കിടക്കുകയായിരുന്നു. മഹ്ദിയുടെ വികസനത്തിന് മുമ്പ് വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ സ്ഥലം മതിയാവാതെ ആളുകൾ അടുത്തുള്ള ചില വീടുകളിൽ നിന്ന് നമസ്കരിച്ചിരുന്നു. അത് കാരണം ഹിജ്റ 140 അബ്ബാസിയ ഖലീഫ അബൂ ജഅഫറുൽ മൻസൂർ മദീനയിൽ വന്നപ്പോൾ നടുമുറ്റത്ത് തൂണുകൾ സ്ഥാപിച്ച് ശീല കൊണ്ട് മറക്കാൻ ഉത്തരവിട്ടു. പിന്നീട് മഹ്ദിയുടെ വികസനത്തിനും ശേഷവും ഈ പതിവ് തുടർന്നു.